ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എഗ് മന്തി ഉണ്ടാക്കി നോക്കാം. അതിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള സ്പൈസസ്: ജീരകം, ഏലക്കായ്, കുരുമുളക്, പട്ട, ഗ്രാമ്പു എന്നിവ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അരമണിക്കൂർ മുൻപ് ബസ്മതി റൈസ് കഴുകി വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിരുന്നു. അതിനുശേഷം വെള്ളം തിളച്ചതിന് ശേഷം അരി വെള്ളം ഊറ്റിയിട്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം 2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊരു 1/4 ഭാഗത്തോളം വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. അരി വെന്ത് വരുമ്പോഴത്തേക്ക് മസാലയിലേക്ക് വേണ്ട വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് റെഡിയാക്കാം. വെളുത്തുള്ളി ഇഞ്ചി നന്നാക്കി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. അരി ഒരു 1/4 ഭാഗത്തോളം വെന്തതിന് ശേഷം അരി ഊറ്റുക. വെള്ളം ഒഴിവാക്കി കുറച്ച് നേരം ഊറ്റാൻ വെക്കാം. അതിനുശേഷം നമുക്കിനി മന്തിയിലേക്കുള്ള ബാക്കിയുള്ള റെസിപ്പിയൊക്കെ റെഡിയാക്കാം. കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അത് തോല് പൊളിച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി അതുപോലെ തന്നെ കട്ട് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കുന്നുണ്ട്. ഇനി പാൻ വെച്ചു, അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കട്ട് ചെയ്ത ഉള്ളി വഴറ്റിയെടുക്കാം. ഉള്ളി കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഒരു പച്ചമുളകും ഇതിലേക്ക് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ പുഴുങ്ങി വെച്ച കോഴിമുട്ട ഒന്ന് കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കാം. ഇതിലേക്ക് മസാല ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കോഴിമുട്ട ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മസാല, ഉള്ളി വെളുത്തുള്ളി അതിലേക്ക് മസാലകൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, നമുക്ക് മന്തി മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അതിനുശേഷം നന്നായി വഴറ്റിയെടുക്കാം. നമ്മളിതിലേക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാഗി ക്യൂബ് ബോക്സിൽ 2 കഷ്ണം ഉണ്ട്, അതിൽ നിന്ന് 1 എടുത്ത് ചേർത്ത് കൊടുത്ത് അതിനുശേഷം നന്നായി വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച കോഴിമുട്ട അതിൽ ഇട്ട് കൊടുക്കാം. മസാല ഒന്ന് നല്ലതുപോലെ വെന്ത ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച റൈസ് ഇതിലേക്ക് ചേർക്കാം. എല്ലാ റൈസും ഇതിൻ്റെ മേലെ നല്ലതുപോലെ പരത്തി വെക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കാം. അതിനുശേഷം തുറന്നു കഴിഞ്ഞതിന് ശേഷം കോഴിമുട്ട മാറ്റി എടുത്ത് വെക്കാം. മസാല ഒന്ന് നന്നായി റൈസുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ എഗ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യുമ്പം കോഴിമുട്ട അതിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഇതിൻ്റെ കൂടെ മയോണൈസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ചാനലിൽ കൊടുക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലത്തെ വീഡിയോ കാണാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ.